ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആക്ട്രസ് ഊർമിള ചേച്ചിയുടെ ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? എന്താണെന്നല്ലേ, കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി. അതിനായിട്ട് മാമ്പഴം കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ ഒരു ശർക്കരയിട്ട് നമുക്ക് ഉരുക്കി ശർക്കര പാനിയാക്കാൻ വയ്ക്കാം. ഇനി ചട്ടിയിലേക്ക് തൊലി കളഞ്ഞ് വെച്ച മാമ്പഴമെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, മാമ്പഴം പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെത് ചെറുതായിട്ടൊന്ന് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് വീണ്ടും അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മറ്റ് ജീരകം, ഉലുവ അങ്ങനത്തെ ഒന്നും ചേർക്കരുത് കേട്ടോ. ഇത് രണ്ടും ചേർത്ത് ആവശ്യത്തിന് തൈരും ചേർത്ത് നമുക്ക് ഇതൊന്ന് മഷി പോലെ അരച്ചെടുക്കാം. ഇനി വെന്ത് വന്ന നമ്മുടെ മാമ്പഴം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. ആ നെയ്യിൽ കിടന്ന് ആ മാമ്പഴമൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്. നെയ്യിൽ കടുക്, അതുപോലെ വറ്റൽ മുളക്, കറിവേപ്പില ഇതും കൂടി ചേർത്ത് പൊട്ടിച്ച് നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ബൈ.